ലോക്സഭയും രാജ്യസഭയും പാസാക്കുന്ന ഓരോ ബില്ലുകളെയും എതിർക്കുന്ന നിരവധിയായ സംസ്ഥാന സർക്കാരുകളുണ്ട്. സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലല്ല കാര്യമെങ്കിൽ അതിൽ സുപ്രീം കോടതിക്ക് ഇടപെടാമെന്നുള്ള ഭരണഘടനാ അവകാശമുണ്ട്. സുപ്രീം കോടതിയിലേക്ക് ആ വിഷയം മാറുമ്പോൾ അതിനകത്ത് അന്തിമ തീർപ്പ് കൽപ്പിക്കപ്പെടാൻ ഡിവിഷൻ ബെഞ്ചിനോ സിംഗിൾ ബെഞ്ചിനോ ഉത്തരവാദിത്വവുമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബംഗാൾ സർക്കാരും തമിഴ്നാട് സർക്കാരും അത് അനുസരിക്കില്ല എന്ന് ഉറപ്പാണ്. ആ രീതികളെ എല്ലാ തരത്തിലും തടയിടാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇരു സംസ്ഥാനങ്ങളിലെ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കും. നരേന്ദ്രമോദിയല്ല രാജ്യത്തിന്റെ അവസാന വാക്ക് എന്ന് ആവർത്തിച്ച് പറയുകയാണ് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിനും. മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഇതിനു പിന്നാലെ തന്നെ കൃത്യമായിട്ടും റെസല്യൂഷൻ പാസാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. കർണാടകയിൽ മുഖ്യമന്ത്രിയായിട്ടുള്ളത് സിദ്ധാരാമയ്യയാണ്. കോൺഗ്രസ് സർക്കാരാണ് അധികാരത്തിലുള്ളത്. ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥ അംഗീകരിക്കാൻ ഒരു കാരണവശാലും കർണാടക സർക്കാരോ തെലങ്കാന സർക്കാരോ ഹിമാചൽ പ്രദേശ് സർക്കാരോ ഒന്നും തന്നെ ശ്രമിക്കുകയില്ല. BJP അധികാരത്തിലുള്ള ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കുമായിരിക്കാം. പക്ഷേ അതിനെയൊക്കെ തടയിടാൻ മറ്റ് BJP ഇതര സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങുമ്പോൾ വല്ലാതെ വിപ്ലവത്തിലാണ് അമിത്ഷാ. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇതിൽ പരം നാണക്കേടില്ല. നിയമഭേദഗതി അംഗീകരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അത് നിയമപരമായി മാറ്റിയാലും അതിന് വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ, അതായത് സംസ്ഥാന സർക്കാർ പ്രായോഗികമാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. മമതാ ബാനർജി പറഞ്ഞ ഒരൊറ്റ ഡയലോഗ് മതി: ഞാൻ ജീവിച്ചിരിക്കെ പശ്ചിമ ബംഗാളിൽ അത്തരത്തിലൊരു നിയമ നടപടി നേരിടാൻ മുസ്ലിം സമുദായത്തെ അനുവദിക്കില്ല എന്നുള്ള സംവിധാനമാണ്. മുസ്ലിം വിരുദ്ധതയാണ് BJPയുടെ മുഖമുദ്ര എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമില്ല. 2002 ഗുജറാത്ത് കലാപം വലിയ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പോലും അവർ എന്തുമാത്രം അസ്വസ്ഥരാണ്. അതിന്റെ പഴയ ഓർമ്മകളിലേക്ക് പോലും ഒരു ചലച്ചിത്ര ആവിഷ്കാരത്തിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മൾ കണ്ടതാണ്. പിന്നെ അവർക്കെതിരെ BJP ഒളിഞ്ഞും തെളിഞ്ഞും വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അനീതി, അത് മറനീക്കി പുറത്തു വരുമ്പോൾ അതിനെ തടയിടാൻ മതേതര മൂല്യം ഉൾക്കൊള്ളുന്ന കുറച്ച് പ്രദേശങ്ങളെങ്കിലും ഉണ്ട് എന്നുള്ളത് ഇന്ത്യയിൽ അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ഈ സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് എന്നാണ് അമിത്ഷാ പറയുന്നതെങ്കിൽ അങ്ങനെയല്ല. ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഭൂരിപക്ഷമുണ്ടായിരുന്നെങ്കിൽ ഭരണഘടനയെ അട്ടിമറിക്കുക പോലും ചെയ്യുമെന്ന് വെല്ലുവിളിച്ചവരെയാണ് 240 ഒതുക്കിയത് എന്ന ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ നിയമം നടപ്പിലാക്കാൻ BJP കുറച്ച് ബുദ്ധിമുട്ടുമെന്ന കാര്യം ഉറപ്പാണ്.